സോ ഗൈസ്, ഗുഡ് മോർണിംഗ് എവരി വൺ. രാവിലെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാട്ടോ ഇതാ. വേറെ ഒന്നുമില്ല, മമ്മീനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. മമ്മി ബോംബെക്ക് പോകുന്നുണ്ട്. ആൻഡ് അത് തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടോ, ഞാൻ ഇന്ന് തുടങ്ങുമ്പോഴേ ഒരു നെഗറ്റീവാണ്, സോറി. എല്ലാവരോടും ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരോടൊരു പ്രത്യേക ഒരു കാര്യമാണ്. അതായത് വണ്ടി, റോഡ് ആരുടെയും സ്വത്തൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തുല്യ അവകാശവും കാര്യങ്ങളൊക്കെയാണ്. സോ കുറച്ച് ആൾക്കാർ, അതായത് ഈ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന വരെ നടന്നും പോരുക, അല്ലെങ്കിൽ വല്ല നല്ല ഡ്രൈവർമാരെയും വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒന്നെങ്കിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ സമ്മതിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഓവർടേക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈഗോ കാണിക്കേണ്ട കാര്യമില്ല. റോഡ് ആരുടെയും തറവാട് സ്വത്തോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഈഗോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും തുല്യ അവകാശം, എല്ലാവരും ടാക്സ് കൊടുത്തിട്ടാണ് വണ്ടി പുറത്തോട്ട് ഇറക്കുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും അല്ല ആരും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, റോട്ടിൽ കിടന്ന് ചുമ്മാ ഈഗോ കാണിച്ചിട്ട് വെറുതെ അടിയും പിടിയും ഉണ്ടാക്കാന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. സോ മാക്സിമം നിങ്ങൾക്ക് പറ്റത്തില്ലാത്തൊരു പരിപാടിയാണെങ്കിൽ നിങ്ങൾ സൈഡ് കൊടുത്ത് വേറെ ഇതിനെ കയറ്റി വിടുക. അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി അങ്ങനെയല്ല, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും എപ്പോഴും ഒന്ന് മൈൻഡിൽ വിചാരിക്കുക. സോ ഗായ്സ്, ഏറ്റുമാനൂരാണ്. ഒട്ടുക്കത്തെ ട്രാഫിക് കേട്ടോ, ഒരു രക്ഷയില്ല, ഒന്നൊന്നര ട്രാഫിക്. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മുടെ വണ്ടിയുടെ മിററെ വന്നൊരുത്തും തട്ടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിലൊരു ഓട്ടോ കിടക്കുമായിരുന്നു, റൈറ്റ് സൈഡിലൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയേക്കുമായിരുന്നു. ഞാനിങ്ങനെ കയറി വരുമായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ കയറി വന്നു. അപ്പോൾ ഞാൻ ഓൺ അടിച്ചു, ചെറുതായിട്ട് സ്ലോ ആക്കി. അതിൻ്റെ പുറകെ ഒരു ഡാഷ് താമോൻ നേരെ ഇങ്ങനെ കയറി വന്നേക്കുന്നു. ഒരു കോപ്പ് നോക്കാം, അവൻ എന്നാ കണ്ടിട്ട് കയറി വന്നതെന്ന് അറിയത്തില്ല. അതോ ഇപ്പുറ സൈഡിൽ വെട്ടിക്കാൻ സ്ഥലമില്ല, അപ്പുറ സൈഡിൽ സ്ഥലം വെട്ടിക്കാല്ല, ചുമ്മാ ഇങ്ങനെ കയറി വന്നേക്കുന്ന. ജസ്റ്റ് എൻ്റെ മിറർ ഒന്ന് തട്ടി. എൻ്റെ മിറർ ഫോൾഡ് ആയില്ല, അവൻ്റെ മിറർ ഫോൾഡായി. പൊട്ടിയോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അവിടെ വന്ന് ബഹളത്തിനും അടിക്കൊന്നും നിന്നില്ല.